ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എക്സ്പി വിൽസ്ലാം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ എടുത്ത വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അപ്പം ഞാൻ 1.5 സ്പീഡിലാണ് ഇട്ടത്. അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട പോലെ മറ്റേ ഒരു ഡ്രസ്സും കാറും ഇപ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പം കാർ ഫെസ്റ്റിലേക്ക് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കാർ ഫെസ്റ്റിലേക്കാണ് പോകുന്നത്. അയ്യോ, ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ നമ്മള് വേറെ ഡ്രസ്സ് ഇടാൻ മറന്നുപോയി. തൽക്കാലം കുഴപ്പമില്ല, കുറച്ച് 6 പാക്ക് ഒക്കെ കണ്ടോട്ടെ. അപ്പോൾ കാർ ഫെസ്റ്റില് ഇങ്ങനെ നമുക്ക് ഓരോ സ്ഥലത്ത് കാർ പ്ലേസ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് 15 മിനിറ്റ് 30 മിനിറ്റ് അങ്ങനെയാണ്. അപ്പോൾ ഇവിടേക്ക് വന്നിക്കുകയാണെങ്കിൽ നമ്മൾ 3 ലെവൽസ് അയക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ റിപ്പയറിൻ്റെ ഇത് വരും. അപ്പോൾ ആദ്യം റിപ്പയർ ചെയ്തിരിക്കുകയാണ് നമുക്ക് ഇത് അതിൽ കാണുന്ന പോലെ ഇരിക്കും ഓരോരോ വണ്ടി. പിന്നെ ലെവൽ കൂടുന്നതിനനുസരിച്ച് ഓരോ വണ്ടി എമൗണ്ടും കൂടും. എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് ടൈമും കൂടും. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് 5 മിനിറ്റിലേക്ക് 2 കാർ വെക്കാം. ഇത് ഇപ്പം ഞാൻ ഈ BMW എടുത്തത് എങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ ഈ കാർ ഫെസ്റ്റിൽ നിന്നാണ്. ഇപ്പം നമ്മൾ വെച്ചപ്പം ഇതിൻ്റെ മുകളിൽ ടിക്കറ്റ് കിട്ടിയെന്ന് കാണിച്ചല്ലോ. അങ്ങനത്തെ ടിക്കറ്റ് കുറേ എണ്ണം കിട്ടുമ്പോഴാണ് ഒരു 5-10 കാർ ഫെസ്റ്റ് ടിക്കറ്റ് കിട്ടുന്നത്. അങ്ങനത്തെ 400 കാർ ഫെസ്റ്റ് ടിക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ആ BMW വാങ്ങിയത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ മാക്സിമം സ്പീഡ് ചെക്ക് ചെയ്തതാണ്. 203 km/h ആണ്. ഇനി BMWൻ്റെ ചെക്ക് ചെയ്യാം. BMW 203 തന്നെ. ഈ 2 വണ്ടീന് മാക്സിമം സ്പീഡാണ്, അല്ലെങ്കിൽ ഇനി ഈ സംഭവത്തിൽ സ്പീഡ് ടെസ്റ്ററിൽ അങ്ങനെ തന്നെയാണ്, എന്തായാലും അറിയില്ല. പിന്നെ ഇതിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ജോബ് എടുക്കാം. അപ്പോൾ 5 കാർ ഫെസ്റ്റ് പോയിന്റ് കിട്ടും. ആ പോയിന്റ് കുറേ പണിയെടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ കാർ ഫെസ്റ്റ് ടിക്കറ്റ് കിട്ടുക. അത് ഞാൻ കുറച്ച് കണ്ട് വേണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ കളക്ട് ചെയ്യേണ്ടത് ഏകദേശം 500 പോയിന്റ്സ് ആണ്. അപ്പം നമുക്ക് 5 ടിക്കറ്റ്, പിന്നെ 1250, പിന്നെ 2250, 3500, 5000, പിന്നെ അങ്ങനെ കുറേ പോയിന്റ്സ് കളക്ട് ചെയ്യണം. അതിനനുസരിച്ചിട്ട് ഇത് കിട്ടും. പിന്നെ കാർ റിപ്പയർ കൊടുക്കുമ്പോൾ പൈസ മാത്രമല്ല നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക, ആ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഓരോ സ്പോയിലറും കാറൊക്കെ കാണുന്നത് അത് നമുക്ക് കിട്ടിയ കാറല്ല കേട്ടോ. ഇതിൽ ഷോപ്പ് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് കിട്ടിയതാണ്. ഷോപ്പ് ശരിക്കും എനിക്ക് G-Wagon എടുക്കാനായിരുന്നു പ്ലാന്. പിന്നെ ഞാൻ BMW മാറിയതാണ്. മാക്സിമം ലെവൽ ഇതിൽ 50 ആണ്. ഞാൻ അപ്പോൾ മാക്സിമം ലെവലും ആണ്. ഇതാ ഷോപ്പ്. ഇതിൽ ഓരോ കാർസ് ഉണ്ടല്ലേ, കാർസും സാധനങ്ങളൊക്കെ അത് നമുക്ക് അൺലോക്ക് ആവണമെങ്കിലാണ് ഓരോ പോയിന്റ് കിട്ടുന്നതനുസരിച്ച് അൺലോക്കും ആവും. പിന്നെ കാർ ഫെസ്റ്റ് ടിക്കറ്റും. ആ കാർ ഫെസ്റ്റ് ടിക്കറ്റ് എടുത്താലാണ് നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങാൻ പറ്റുക. അപ്പം നമുക്ക് ഇതുപോലെ ഓരോ സ്ഥലത്ത് വന്ന് ഇരിക്കുക, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഇവിടെ ഷോപ്പിൻ്റെ വേറെ സംഭവം സെയിം തന്നെ എവിടെ വന്നാലും. ഇവിടെ അതുപോലെ ഈ ഒരു ആരോ മാർക്ക് പോലത്തെ സംഭവം കണ്ടില്ലേ, അത് കാണുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് ഓരോന്നും ചെയ്യാൻ പറ്റും. ഇത് ഒരു ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് ആദ്യം ഒരു ആപ്പിള്, അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. ആദ്യം നമുക്കൊരു ആപ്പിൾ വാങ്ങാം. ആപ്പിൾ വയനെടുത്തേ വെക്കുന്നുള്ളൂ. ഇനി ഒരു വെള്ളം കുടിക്കാം, നോർമൽ മിനറൽ വാട്ടർ കുടിക്കാം. 7500 rupees, അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. പിന്നെ വടിയും അതൊക്കെ തന്നെ. പിന്നെ ഇനിയിപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. ഇനി നമുക്ക് അപ്സ്റ്റേഴ്സിലേക്കൊന്ന് പോവാം. ഇവിടെയും അതേപോലെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ഇവിടെയും സെയിം. ഇത് പിന്നെ ഡ്രിങ്ക്സിന്റെ വെൻഡിങ് മെഷീൻ. പിന്നെ ഇത് ഇവിടെയും അതുപോലെ നമുക്ക് ഇരിക്കുക, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇത് അത്യാവശ്യം അടിപൊളി ഒരു സംഭവമാണ്. ഇവിടെ നിന്നിക്കാണ് നമുക്ക് DJ കൺട്രോളർ പോലെ സോങ് കേട്ടോ. അത്യാവശ്യം പൊളി BGM ആണ്.
അപ്പൊ നമ്മള് നിഞ്ച പറഞ്ഞ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ BMW ഇവിടെ ഗെയിംസ് കളിക്കാൻ പറ്റില്ല. എവിടെയും ഇരിക്കുക അത്ര തന്നെയുള്ളൂ. 2 മിനിറ്റ് ഇരിക്കുക. ആരോ ഒരാൾ വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. ഇനി താഴത്തേക്ക് ചാടാം. മുകളിലേക്ക് പോകാനുള്ള വഴി വേറെ എവിടെയുള്ളത് നോക്കട്ടെ. ഞാൻ സംഭവം വന്നിട്ടുണ്ട്. പിന്നെ കാർ ഫെസ്റ്റിലേക്ക് മറ്റാര് മണി ഏൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നത്. അപ്പം നമ്മള് വെൻഡിങ് മെഷീൻ്റെ അതിലൂടെ ഇനി വരേണ്ടത്. നമ്മളെ മറ്റേ റിപ്പയറിൻ്റെ ഏരിയ എത്തിയിട്ടുണ്ട്. ഇവിടെ അറ്റത്തെത്തി. നമ്മളെ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഇവിടെ ഇത് ഞാൻ ഇതിലും കാണാത്ത സംഭവമുള്ള നമ്മള് ഗെയിം കളിക്കുന്ന ഒരു സെറ്റപ്പ്. നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റില്ല, ഗെയിം കളിക്കുന്ന പോലെ. പിന്നെ അവിടെ ചേസ് അതൊക്കെ തന്നെയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ അതുപോലെ ആ ഒരു ആരോ കണ്ടല്ലോ, അതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.